ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. SYSൻ്റെ കുന്നംകുളം സോൺ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു പകൽ നമുക്ക് തൗഫീക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ സദസ്സിനെ കാണേണ്ടത്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്തായ റസൂലുള്ളാഹിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് എത്രത്തോളം നമുക്ക് അനുഗ്രഹമാണ് എന്ന് നമ്മൾ എണ്ണാൻ ശ്രമിക്കുമ്പോൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ തങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നത് ഈമാനിൻ്റെ കാമ്പും കാതലുമായ കാര്യമാണ്. അത് റൂഹുൽ ഈമാനാണ്, ഈമാനിൻ്റെ ആത്മാവാണ്. ആത്മാവില്ലാത്ത ശരീരത്തെ ഡെഡ് ബോഡി എന്നും മയ്യത്തെന്നും നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഹബീബായ തങ്ങളോട് മഹബത്തില്ലാത്തവൻ്റെ ഈമാൻ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ആരെയാണോ നമ്മൾ മഹബത്ത് വെക്കാൻ വിചാരിക്കണത് അവരെക്കുറിച്ച് പഠിക്കണം, അറിയണം. ഏറ്റവും കൂടുതൽ തങ്ങളോട് മഹബത്ത് ഉണ്ടാവുന്നത് സ്വഹാബത്തിനാണ്. കാരണം അവർ തങ്ങളെ അറിഞ്ഞവരാണ്. തങ്ങളെ പഠിച്ച മഹാന്മാരായ ഉലമാഇനാണ് നന്നായി മഹബത്ത് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഉനി എന്നാണ് ഖുർആൻ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ ഫോളോ ചെയ്യണമെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ. നബി തങ്ങൾ ഇരുന്നത് പോലെ ഇരിക്കണമെങ്കിൽ എങ്ങനെയാണ് ഇരുന്നത് എന്ന് പഠിക്കണമല്ലോ. തങ്ങൾ കിടന്നതുപോലെ, ഉറങ്ങിയതുപോലെ, പെരുമാറിയതുപോലെ, ഇടപെട്ടതുപോലെ, പള്ളിയിൽ, നാട്ടിൽ, വീട്ടിൽ, കുടുംബത്തോട്, കുട്ടികളോട്, ഭാര്യയോട്, യാത്രയിൽ, ഇങ്ങനെ ഏത് ഘട്ടങ്ങളിലും തങ്ങളെങ്ങനെയാണ് പെരുമാറിയത് എന്ന് പഠിച്ചാലാണ് ഫോളോ ചെയ്യാൻ പറ്റുക. അപ്പോൾ പഠനം വളരെ പ്രധാനമാണ്. SYSൻ്റെ സ്നേഹലോകം പരിപാടി നമ്മുടെ പഠനത്തിൻ്റെ ഒരു തുടക്കമാവണം. ഇത് ഒരു ദിവസത്തിൽ ഒതുങ്ങേണ്ടതോ ആയ ഒരു പരിപാടിയല്ല. ജീവിതാന്ത്യം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വായിക്കാൻ, പഠിക്കാൻ പ്രചോദനമാകും വിധത്തിലാണ് SYSൻ്റെ സ്നേഹലോകം പരിപാടിയിൽ നമ്മൾ പങ്കെടുത്ത് പിരിഞ്ഞു പോകേണ്ടത്. യൂസുഫ് സ്വാലിഹി ഷാമി റഹിമഹുല്ല സുബുലുൽ ഹുദ വർ റഷാദ് എന്ന നബി തങ്ങളുടെ ചരിത്രം പറയുന്ന കിതാബ് എഴുതാൻ 1000 കിതാബാണ് നോക്കി തീർത്തത്. നബി പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾക്ക് എത്ര മഹബത്തുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇങ്ങോട്ട് കിട്ടുക. ലിഅന്ന ഖദറ മഹബത്തുല്ലാഹി തആല അലൽ അബ്ദി അലാ ഖദരി മഹബത്തി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹംസിയക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഇബ്നു അജീബ് തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾക്ക് സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ കണക്കാക്കപ്പെടുന്നത് തന്നെ അയാളുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹിനോട് എത്രത്തോളം മഹബത്തുണ്ട് എന്നുള്ളതിനെ നോക്കിയിട്ടായിരിക്കും.
അപ്പോൾ ഒരാൾക്ക് ഈമാനോടുള്ള മരണം കിട്ടാൻ, സ്വർഗത്തിലെ സ്ഥാനം കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, ഉഹ്റവിയായ ഏത് നേട്ടങ്ങൾ ലഭിക്കാനും അയാൾക്ക് വേണ്ടത് തങ്ങളോടുള്ള മഹബത്ത് അത്രത്തോളം വലിപ്പത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്.